വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് നമുക്ക് ജൂലൈ മാസം വന്നിരിക്കുകയാണ്. ജൂലൈ മാസത്തിൽ 3200 രൂപ വരെ പെൻഷൻ ലഭിക്കാം. കൂടാതെ ഭക്ഷ്യക്കിറ്റുകളൊക്കെ ലഭിക്കുകയാണ്. ഇതിനെ സംബന്ധിക്കുന്ന വിശദമായ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വിശദമായ വിവരത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ മാസത്തെ ക്ഷേമ പെൻഷൻ നമുക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിച്ചു തന്നു. പക്ഷേ ഇപ്പോഴും കുടിശ്ശിക ഇനത്തിലുള്ള പെൻഷൻ തുക വിതരണം ചെയ്യുവാനുണ്ട്. 5 മാസത്തെ പെൻഷൻ കുടിശ്ശിക 8000 രൂപയാണ് നമുക്ക് ലഭിക്കേണ്ടത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ സന്തോഷം ലഭിക്കുന്ന ഒരു അറിയിപ്പാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പുറത്തു ഇട്ടിട്ടുള്ളത്. കുടിശ്ശിക ഇനത്തിൽ പെട്ട തുക വളരെ പെട്ടെന്ന് തന്നെ വിതരണം ചെയ്ത് അവസാനിപ്പിച്ചില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് തന്നെ വലിയ ജലദോഷം ഉണ്ടാകും എന്നു തന്നെയാണ് നമുക്ക് കിട്ടിയ വിവരം. കുടിശ്ശിക ഇനത്തിൽപ്പെട്ട തുക വളരെ പെട്ടെന്ന് തന്നെ വിതരണം ചെയ്ത് അവസാനിപ്പിച്ചില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് തന്നെ വലിയ ജലദോഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയ വിവരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ സംസ്ഥാന സർക്കാരിന് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ വിമർശനം പാർട്ടിക്കകത്ത് നിന്ന് തന്നെ മുഖ്യമന്ത്രിക്കുണ്ടാവുകയും അതുപോലെ തന്നെ ധനവകുപ്പിനെതിരെയും ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യത്തിലാണ് ജനങ്ങളുടെ രോഷം തണുക്കുന്നതിന് വേണ്ടി 2 മാസത്തിലെ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്കാണ് പോകുന്നത്. കൂടാതെ തന്നെ പുതിയ ഒരു നടപടി കൂടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു. സപ്ലൈകോ വഴി സൗജന്യമായിട്ടല്ലാതെ സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ വാങ്ങാൻ എന്നുള്ള വലിയ ആനുകൂല്യം ലഭ്യമാക്കുന്നു എന്നുള്ള അറിയിപ്പ്. ഭക്ഷ്യക്കിറ്റ് പോലെ തന്നെ നമുക്ക് ഭക്ഷ്യ ആനുകൂല്യങ്ങൾ സപ്ലൈകോ വഴി ഈ സാഹചര്യത്തിൽ വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്കറിയാം, കോവിഡ് കാലത്ത് ഭക്ഷ്യക്കിറ്റ് റേഷൻ കട വഴി സൗജന്യമായി നൽകിയിരുന്നു. പക്ഷേ ഇത് സൗജന്യമായി അല്ല, സബ്സിഡി നിരക്കിലാണ് നമുക്ക് റേഷൻ കട വഴി വാങ്ങാനായിട്ട് സാധിക്കുന്നത്. കൂടുതൽ പെൻഷനും റേഷനുമായുള്ള അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.